Hello students. So today we will discuss the remaining portions of skewness and kurtosis. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ skewness എന്ന് പറയുന്നത് ഒരു ഡേറ്റ സെറ്റിന്റെ സിമെട്രിയുടെ മെഷറാണ്. kurtosis എന്ന് പറയുന്നത് അതിന്റെ thicknessന്റെ മെഷറും. റഫായിട്ട് ഒരു ഡേറ്റ അതിന്റെ പ്ലോട്ട് നോക്കിയിട്ട് സ്ക്യൂനെസ്സും kurtosisനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇപ്പം നമുക്കറിയാം അല്ലേ? Skewness ആണെങ്കിൽ എങ്ങനെയാണ്? Most of the observations will be to the right of the mode and negative skewness ആണെങ്കിൽ it will be to the left of the mode. Symmetric ആണെങ്കിൽ എങ്ങനെയായിരിക്കും? Mean median mode will coincide. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതേപോലെ ഒരു ഫ്രീക്വൻസി ഡയഗ്രാം, ഫ്രീക്വൻസി ഗ്രാഫ് കാണുകയാണെങ്കിൽ kurtosisനെ പറ്റിയും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എക്സ്ട്രീംലി ഫ്ലാറ്റ് കർവ്സ് ആണെങ്കിൽ അത് പ്ലാറ്റിക്കർട്ടിക് ആയിരിക്കും. ഹൈലി പീക്ഡ് ആണെങ്കിൽ അത് ലെപ്റ്റോകർട്ടിക് ആയിരിക്കും. അതിന്റെ രണ്ടിന്റെയും മിഡിലാണെങ്കിൽ അത് മീസോകർട്ടിക് ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്യൂനെസിന്റെയും kurtosisന്റെയും ആക്യുറേറ്റ് വാല്യൂ, അതിന്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ആർ ദ വേരിയസ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് kurtosis? മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് kurtosis. അപ്പൊ ഞാനിവിടെ പറയുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ടിലും കൂടെ എഴുതിയേക്കണം. So write the heading measures of skewness. Actually skewness measure ചെയ്യാനായിട്ട് various methods are there, various measures are there to find the value for skewness. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 മെഷേഴ്സ് ആണ്. One is called the Pearson's measure of skewness. Next is called the quartile measure of skewness. ആ quartile measureനകത്ത് തന്നെ നമുക്ക് Bowley's measure പഠിക്കാനുണ്ട്. And the last one അല്ലെങ്കിൽ ഇത് ഏറ്റവും അധികം നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർ എന്ന് പറയുന്നത് മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്. ഇങ്ങനെ 3 ഡിഫറെന്റ് ഫോർമുലയാണിത്. 3ഉം ഉപയോഗിച്ച് നമുക്ക് സ്ക്യൂനെസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ 3ന്റെയും ഫോർമുലയും അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാനും നമുക്ക് പഠിക്കാനുണ്ട്. പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീൻ ആൻഡ് മോഡിനെ ബേസ് ചെയ്താണ്. കാരണം നമ്മൾക്കറിയാം മീൻ മീഡിയൻ മോഡിന്റെ വാല്യൂസ് വെച്ച് സ്ക്യൂനെസിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്നല്ലേ? നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. അതുകൊണ്ട് മീൻ ആൻഡ് മോഡിന്റെ വാല്യൂസ് ഉപയോഗിച്ചാൽ നമുക്ക് ആ ഒരു സ്ക്യൂനെസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. ആ ഒരു ചിന്തയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് പിയേഴ്സൺസ് മെഷർ. അതൊരു എന്താണ് പറയാ, ആബ്സല്യൂട്ട് മെഷർ ആണ്. അതായത് ഒരു റേഷ്യോ ഫോമിൽ വരുന്ന മെഷർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് as പിയേഴ്സൺസ് മെഷർ is equal to mean minus mode divided by standard deviation. ഇതാണ് പിയേഴ്സൺസ് മെഷറിന്റെ ഫോർമുല. അപ്പൊ നിങ്ങൾ നോട്ടിനകത്തോട്ട് എഴുതൂ. നമ്പർ 1, പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസ്. പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസ്. ഇത് താഴെ എഴുതൂ. The Pearson's measure of skewness is based on the values of mean, median or mode. അങ്ങനെ എഴുതൂ. കാരണം ഇതിന്റെ ഒരു പാരലൽ ആയിട്ട് ഇനി ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. Mean, median or mode and the standard deviation. Mean, median or mode and the standard deviation. It is defined as Pearson's measure സാധാരണ നമ്മൾ ക്യാപിറ്റൽ J എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. It is defined as capital J is equal to, ഫോർമുല നോക്കി എഴുതൂ, mean minus mode by standard deviation which is equal to, ഒരു ഫോർമുലയും കൂടെ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ഓൾറെഡി റിലേഷൻ ബിറ്റ്വീൻ മീൻ മീഡിയൻ മോഡിനകത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? മീൻ മൈനസ് മോഡ് is equal to 3 into mean minus median എന്ന്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് ഈ ന്യൂമറേറ്ററിലെ മീൻ മൈനസ് മോഡിന് പകരം നമുക്ക് 3 into mean minus median എന്ന് എഴുതാം. So the formula becomes 3 into mean minus median divided by standard deviation. So J is equal to mean minus mode by standard deviation which is equal to 3 into mean minus median by standard deviation. ഈ ഒരു ഫംഗ്ഷൻ, അതായത് പിയേഴ്സൺസ് J ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ -3 ആൻഡ് +3. അപ്പൊ നമ്മള് അതിന്റെ വാല്യൂവിൽ നിന്ന് എങ്ങനെ സ്ക്യൂനെസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും എന്ന് ചോദിച്ചാൽ, ജെയുടെ വാല്യൂ 0 ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0. ജെയുടെ വാല്യൂ 0യെക്കാട്ടി കൂടി കിടന്നാൽ അത്
പോസിറ്റീവ് ആയിരിക്കും. ജെയുടെ വാല്യൂ 0 കുറഞ്ഞു കിടന്നാൽ അത് നെഗറ്റീവ് ആയിരിക്കും. -3 ലെസ് ദാൻ 0 ലെസ് ദാൻ 3 ആണ് ജെയുടെ റേഞ്ച്. അപ്പൊ താഴെ എഴുതിക്കേ, the value of j lies between -3 and +3. If j is 0, the data is symmetric. Bracket la skewness equal to 0. If j is greater than 0, comma, the skewness is positive, and if j is less than 0, it is negative, and if j is less than 0, it is negative. അപ്പോൾ ഇതാണ് പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസിന്റെ ഫോർമുല. ഈ ഫോർമുല തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. അടുത്തത് ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പൊ നമ്പർ 2, ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്. ക്വാർട്ടൈൽസ് ഓർമ്മയുണ്ടല്ലോ, എന്താണ് ക്വാർട്ടൈൽസ് എന്ന്? എന്തായിരുന്നു ക്വാർട്ടൈൽസ്? ഒരു ഡേറ്റാ സെറ്റിനെ 4 ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? ഒരു ഡേറ്റാ സെറ്റ് ഫുൾ ആണെങ്കിൽ അതിൽ 4 ഡിവൈഡ് ചെയ്യുന്ന 3 വാല്യൂസ് ഉണ്ട്. മിഡിൽ വാല്യൂസ് ഓഫ് കോഴ്സ് ദ മീഡിയൻ. ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്ന വാല്യൂ ഫസ്റ്റ് ക്വാർട്ടൈൽ ആണ്. തേർഡ് ക്വാർട്ടൈൽ അതായത് 1/4 വരുന്നത് Q1, 3/4 വരുന്നത് Q3. ഇങ്ങനെയാണ് നമ്മൾ ക്വാർട്ടൈൽസ് ഡിഫൈൻ ചെയ്തത്. മീഡിയൻ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതേപോലെ അതിനോട് സിമിലർ ആയിട്ട് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. n/2 എന്തായിരുന്നു മീഡിയന്റെ ഫോർമുല? ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയാണ്. മീഡിയന്റെ ഫോർമുല എന്തായിരുന്നു? m is equal to L plus n/2 minus m into c by f ആയിരുന്നു മീഡിയന്റെ ഫോർമുല. ക്വാർട്ടൈൽ ആകുമ്പോൾ എന്ത് വരും? Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ ആണെങ്കിൽ L1 plus n/4 minus m1 into c1 by f1 ഉം Q3 ആണെങ്കിൽ L plus 3n/4 minus m3 into c3 by f3. ഇതിന്റെ പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുണ്ട്. സോ അവിടെ അത് പോയി നോക്കിയാൽ, അതായത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനകത്ത് നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ പഠിച്ചതിനകത്ത് ക്വാർട്ടൈൽസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Q1 ഉം Q3 ഉം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് Q1 ഉം Q3 ഉം മീഡിയനെ നമുക്ക് Q2 എന്ന് വേണേലും ഡിനോട്ട് ചെയ്യാം. അപ്പൊ Q1 ഉം Q2 ഉം Q3 ഉം ആവശ്യമാണ്. ക്വാർട്ടൈൽ മെഷറിൽ there are 2 measures. One is called a quartile measure, just simple quartile measure of skewness എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും പഠിക്കാനുണ്ട്. അടുത്തത് A എന്ന് പറയുന്ന ഇതാണ്. B എന്ന് പറയുന്നത് Bowley's coefficient measure of skewness. ഇങ്ങനെ 2 ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്സും Bowley's coefficient measure of skewnessും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്. Let Q1, Q2, Q3 be the 3 quartiles. Where Q2ന്റെ മറ്റൊരു പേരെന്താണ്? Q2 is equal to M ബ്രാക്കറ്റിനകത്ത് മീഡിയൻ അല്ലെ. Q2 സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നതാണ് നമ്മുടെ മീഡിയൻ. Then the quartile measure of skewness, comma, അതിന് പ്രത്യേകിച്ചൊരു ക്വാർട്ടൈൽ മെഷറിന് പ്രത്യേകിച്ചൊരു നൊട്ടേഷൻ ഒന്നുമില്ല, അപ്പം കോമ വേണ്ട. is equal to ഫോമിൽ എങ്ങനെ എഴുതിക്കോ. is equal to Q3 plus Q1 minus 2 into Q3 plus Q1. അതൊരു റേഷ്യോ അല്ല, ജസ്റ്റ് ഒരു മെഷർ ആണ്. അല്ലാതെ എന്താണ് പറയാ, ഒരു എന്താ, ഇറ്റ്സ് നോട്ട് എ കോഎഫിഷ്യന്റ് മെഷർ കേട്ടോ. ഇറ്റ് ഇസ് എ സിമ്പിൾ മെഷർ. സോ കോഎഫിഷ്യന്റ് മെഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു റേഷ്യോയുടെ ഫോമില് സംതിങ് ഡിവൈഡഡ് ബൈ സംതിങ് എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് മെഷർ.
ഇത് കോഎഫിഷ്യന്റ് മെഷർ അല്ല, ഒരു സിമ്പിൾ മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അതുകൊണ്ട് തന്നെ കോഎഫിഷ്യന്റ് മെഷേഴ്സ് ആർ ഓൾവേസ് കൺസിഡേർഡ് ടു ബി ബെറ്റർ. So this is not a coefficient measure. This Q3 plus Q1 minus 2m. അടുത്തത് Bowley's measure of Bowley's coefficient measure of skewness ആണ് അടുത്തത്. നെക്സ്റ്റ് അതിന്റെ അടുത്ത ലൈനായിട്ട് എഴുതിക്കോ. The Bowley's മറ്റൊരു മെഷർ ആണ് കേട്ടോ. The Bowley's coefficient measure of skewness is defined as സാധാരണ ബൗളിയുടെ മെഷറിനെ നമ്മൾ B0 എന്ന് എഴുതാറുണ്ട്. B0 is equal to ആ നേരത്തെ എഴുതിയ സാധനം Q3 plus Q1 minus 2m divided by Q3 minus Q1. Q3 plus Q1 minus 2m divided by Q3 minus Q1. Okay. ഇതില് സാധാരണഗതിയിൽ ബൗളീസ് മെഷർ ആണ് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറ്. ബൗളീസ് മെഷറിന്റെ വാല്യൂ വിൽ ഓൾവേസ് ലൈ ബിറ്റ്വീൻ -1 ആൻഡ് +1. ഇത് സാധാരണ സിമ്പിൾ ക്വാർട്ടൈൽ മെഷർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി either നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പൊ ഇവിടെ ഇതിന്റെ കേസിലാണെങ്കിൽ 0 വാല്യൂ വന്നാൽ സിമെട്രിക്, ലെസ് ദാൻ 0 വന്നാൽ നെഗറ്റീവ്, ഗ്രേറ്റർ ദാൻ 0 വന്നാൽ എന്താണ് പോസിറ്റീവ്. ഇവിടെ ആണെങ്കിൽ അത് -1നും +1നും ഇടയിൽ തന്നെ കിടക്കും. മറ്റേതുപോലെ തന്നെയാണ് കൺക്ലൂഷൻ. മിഡിൽ 0 വന്നാൽ സിമെട്രിക്, 0 to -1 വന്നാൽ നെഗറ്റീവ്, 0 to +1 വന്നാൽ പോസിറ്റീവ്. എഴുതൂ. The value of quartile measure of skewness. The value of quartile measure of skewness can be negative, 0 or positive. Can be negative or 0 or positive. Conclusion എങ്ങനെ എഴുതും? If the value is 0, then data is symmetric. If the value is 0, then data is symmetric. If it is less than 0, skewness is negative. And if it is greater than 0, skewness is positive. Skewness is positive. അടുത്തത് അതിന്റെ അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതിക്കോ. The Bowley's measure of skewness lies between -1 and +1. Lies between -1 and +1. അതിന്റെ താഴെ എഴുതൂ. മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ. If its value is, if B0 is equal to 0, data is symmetric. If B0 less than 0, skewness is negative. And if B0 greater than 0, skewness is positive. B0 less than 0, skewness is negative, and if B0 greater than 0, skewness is positive. ഇതാണ് രണ്ടാമത്തെ മെഷർ ഓഫ് സ്ക്യൂനെസ്. അടുത്തത് മൂന്നാമത്തെ മെഷർ. ഏതായിരുന്നു മൂന്നാമത്തെ മെഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ മെഷർ ഓഫ് സ്ക്യൂനെസ്. നമ്പർ 3, സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ള സെൻട്രൽ മൊമെന്റ്സിനെ ബേസ് ചെയ്ത് നമുക്ക് സ്ക്യൂനെസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. ഏറ്റവും അധികം കോമൺ ആയിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ എഴുതിക്കോ, മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്. മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്. നമ്മള് റോ മൊമെന്റ്സ് പഠിച്ചു, റോ മൊമെന്റ്സ് അബൌട്ട് എ പഠിച്ചു, റോ മൊമെന്റ്സ് അബൌട്ട് 0 പഠിച്ചു, സെൻട്രൽ മൊമെന്റ്സ് പഠിച്ചു. സെൻട്രൽ മൊമെന്റ്സിനെ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്?
central moments are denoted as mu r. അപ്പോൾ നമ്മളുടെ എന്താണ് measure of moment based measure of skewness എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ മൊമെന്റ്സിനെ ബേസ് ചെയ്താണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. So right, the moment the moment measure of skewness, the moment measure of skewness moment measures of skewness are denoted by beta 1 is equal to mu 3 square by mu 2 cube and beta 2 is equal to beta square root of beta 1 and beta 2 is equal to square root of beta 1. Okay, beta 1 is equal to mu 3 square by mu 2 cube and beta 2 is equal to square root of beta 1. ഇതിനെ beta coefficients എന്നാണ് ഇതിനെ പറയുന്നത്. Beta coefficients. So beta 1 അല്ലെങ്കിൽ beta 2 ഇത് രണ്ടിൽ ഏത് ഉപയോഗിച്ച് വേണേലും നമുക്ക് മൊമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മളുടെ ഈ ബീറ്റ 1ന്റെ ഫോർമുലയിലോട്ട് നോക്കൂ. ഇവിടെ രണ്ടെണ്ണം ആണുള്ളത്. ന്യൂമറേറ്ററിൽ ഒരു mu 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു mu 2 ഉണ്ട്. നമുക്ക് ഓൾറെഡി അറിയാം mu 2 എന്ന് പറയുന്നത് വേരിയൻസ് ആണ് അല്ലെ. ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് mu 2 വേരിയൻസ് ആണ്. വേരിയൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇനി ന്യൂമറേറ്ററിലോട്ട് നോക്കൂ. mu 3 എന്ന് പറയുന്നത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഈ നമ്മളുടെ തേർഡ് മൊമെന്റ്. പക്ഷെ ആ mu 3യുടെ സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൽ. അതായത് ബീറ്റ 1ന്റെ വാല്യൂ എന്ത് വന്നാലും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മൊമെന്റ്സ് സ്ക്യൂനെസിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ സത്യത്തിൽ സ്ക്യൂനെസിന്റെ വാല്യൂ മാത്രമാണ് ബീറ്റ 1 തരുന്നത്. ആ സ്ക്യൂനെസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു ലുക്ക് അറ്റ് ദ സൈൻ ഓഫ് mu 3. ഇത് ബീറ്റ 1 കൊണ്ട് മാത്രം അല്ലെ ബീറ്റ 2 കൊണ്ട് മാത്രം നമുക്ക് സ്ക്യൂനെസിനെ പറ്റിയുള്ള ടോട്ടൽ ഐഡിയ കിട്ടില്ല. സ്ക്യൂനെസ് എത്രമാത്രം ഉണ്ട് എന്നത് മാത്രമേ എന്താണ് ബീറ്റ 1 അല്ലെങ്കിൽ ബീറ്റ 2 നമുക്ക് വാല്യൂസ് ആയിട്ട് തരുള്ളൂ. ആ സ്ക്യൂനെസ് പോസിറ്റീവ് സൈഡിലേക്കാണോ നെഗറ്റീവ് സൈഡിലേക്കാണോ എന്ന് അറിയണമെങ്കിൽ യു വിൽ ഹാവ് ടു ലുക്ക് അറ്റ് ദ സൈൻ ഓഫ് mu 3. അങ്ങനെ ഒരു ചെറിയ പക്ഷെ അതൊരു പ്രോബ്ലം അല്ല. കാരണം mu 3 കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ബീറ്റ 1 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ mu 3 കിട്ടുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ ആ നിമിഷം മനസ്സിൽ വിചാരിച്ചോണം നമ്മളുടെ സ്ക്യൂനെസ് നെഗറ്റീവ് ആണ്. ഇനി എത്ര സ്ക്യൂനെസ് ഉണ്ട് എന്നത് മാത്രം അറിയാനാണ് പിന്നെ ബീറ്റ 1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ തേർഡ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ അത് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ സ്ക്യൂനെസ് പിന്നെ പോസിറ്റീവ് ആണ്. എത്രമാത്രം പോസിറ്റീവ് ആണ് എന്നറിയാനായിട്ടാണ് ബീറ്റ 1ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത്രയും മനസ്സിലായല്ലോ. മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസിന്റെ രണ്ട് ബീറ്റ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ മൊമെന്റ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ആയിട്ട് എടുക്കാറ്. ഏതൊക്കെയാണ്? ഫോർമുല എന്താണ്? ബീറ്റ 1 is equal to mu 3 square by mu 2 cube and beta 2 is equal to square root of beta 1. പിടികിട്ടിയല്ലോ? So right, the moment measures of skewness are, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫോർമുല എഴുതി കഴിഞ്ഞാൽ അല്ലേ, ബീറ്റ 1 equal to mu 3 square by mu 2 cube and beta 2 is equal to square root of beta 1. അതിന്റെ താഴെ എഴുതൂ both beta 1 and beta 2 gives the value of skewness. In order to identify whether the skewness is positive or negative, we have to check the sign of mu 3, third central moment കേട്ടോ. Sign of mu 3. If mu 3 is greater than 0, skewness is positive. If mu 3 is less than 0,
if mu3 is less than 0, skewness is negative. And if mu3 is equal to 0, mu3 is equal to 0, endana? The data is symmetric. Data is symmetric. ഇവിടെ ഒരു കൊച്ചു കറക്ഷൻ ഉണ്ട് കേട്ടോ. β1 ഉം β2 അല്ല, γ1 ആണ്. γ1 ഞാൻ അറിയാതെ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. γ1 is equal to square root of β1. അങ്ങനെ വേണം എഴുതാൻ. γ1 equal to square root of β1. ബീറ്റ കോഎഫിഷ്യന്റ് β1 ആണ് വൺ ഓഫ് ദ ബീറ്റ കോഎഫിഷ്യൻസ്. β2നെ പറ്റി നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ β1, β2 ബീറ്റ കോഎഫിഷ്യൻസും γ1, γ2 എന്ന് പറയുന്നത് എന്താണ്? ഗാമ കോഎഫിഷ്യൻസും ആണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ബീറ്റ കോഎഫിഷ്യന്റും ഫസ്റ്റ് ഗാമ കോഎഫിഷ്യന്റും ആണ് എന്തിനെ ഡിസൈഡ് ചെയ്യുന്നത്? സ്ക്യൂനെസിനെ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. So it's calculated using β1 is equal to mu3 square by mu2 cube and γ1 is equal to root of β1. അങ്ങനെയാണ്. സോ അടുത്തത് ഇപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമുല. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഏതൊക്കെയായിരുന്നു നമ്മളുടെ ഫോർമുല? ആദ്യത്തേത് എന്തായിരുന്നു? പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസ് അല്ലെ, മീൻ മീഡിയൻ മോഡിന്റെ ഫോർമുല ഉപയോഗിച്ച് ഉള്ള പിയേഴ്സൺസ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആയിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്തായിരുന്നു? ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്. പിയേഴ്സൺസ് മെഷറിൽ നമ്മൾ രണ്ട് രീതിയിൽ ആ ഫോർമുല റെപ്രസെന്റ് ചെയ്തു. ഒന്നുകൂടി നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഏതായിരുന്നു ആദ്യത്തേത്? മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിനെ നമ്മൾ മാറ്റി എഴുതിയത് എങ്ങനെയാണ്? 3 into മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അടുത്തത് ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്സിൽ നമ്മളൊരു സിമ്പിൾ ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്സും ബൗളീസ് കോഎഫിഷ്യന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്സും അങ്ങനെ രണ്ട് ഫോർമുല പഠിച്ചു. എന്തായിരുന്നു ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്? ഇതാണ് ക്വാർട്ടൈൽ മെഷർ. Q3 പ്ലസ് Q1 മൈനസ് 2m ആണ് ക്വാർട്ടൈൽ മെഷർ ഓഫ് സ്ക്യൂനെസ്. അതിന്റെ വാല്യൂ 0 ആണെങ്കിൽ സിമെട്രിക്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ്. അതിനുശേഷം നമ്മൾ ബൗളീസ് കോഎഫിഷ്യന്റ് പഠിച്ചു. അതെന്തായിരുന്നു? Q3 മൈനസ് Q3 plus Q1 minus 2m divided by Q3 minus Q1. ഇതിന്റെ വാല്യൂ +1നും -1നും ഇടയ്ക്ക് കിടക്കും. സാധാരണ എല്ലാത്തിലും പറയുന്ന പോലെ 0 ആണെങ്കിൽ സിമെട്രിക്, നെഗറ്റീവ് ആണെങ്കിൽ സ്ക്യൂനെസ് ഇസ് നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ സ്ക്യൂനെസ് ഇസ് പോസിറ്റീവ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ച ശേഷം ആ കിട്ടുന്ന ആൻസറിന്റെ സൈനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അടുത്തത് മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ്. രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ മൊമെന്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് പറയാറ്. ഏതൊക്കെയാണ്? β1 ഉം γ1 ഉം. β1ന്റെ ഫോർമുല, γ1ന്റെ ഫോർമുല. ഇത് രണ്ടും നമുക്ക് സ്ക്യൂനെസിന്റെ വാല്യൂ തരും. സ്ക്യൂനെസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ ആരെ നോക്കണം? mu3 എന്ന് പറയുന്ന തേർഡ് സെൻട്രൽ മൊമെന്റിനെ നോക്കണം. mu3 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് സ്ക്യൂനെസ് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളുടെ സ്ക്യൂനെസ് എന്താണ്? സിമെട്രിക് ആണ്, സ്ക്യൂനെസ് ഇല്ല. അപ്പൊ ഇത് മൂന്നെണ്ണം സ്ക്യൂനെസിന്റെ മെഷേഴ്സ്. ഇനി ഇതേപോലെ നമുക്ക് കർട്ടോസിസിനും മെഷേഴ്സ് ഉണ്ട്. പക്ഷെ കർട്ടോസിസിന് ഇത്രയും നമ്പർ ഓഫ് മെഷേഴ്സ് നമ്മൾ പഠിക്കുന്നില്ല. ആക്ച്വലി ഉണ്ട്, ക്വാർട്ടൈൽ മെഷർ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിനകത്ത് അത്രയും അധികം മെഷേഴ്സ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ്. മെഷേഴ്സ് ഓഫ് കർട്ടോസിസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഇസ് മെഷേഴ്സ് ഓഫ് കർട്ടോസിസ്. സോ അതില് മൊമെന്റ് മെഷർ ഓഫ് കർട്ടോസിസ് ആണ് നമ്മൾ എഴുതുന്നത്. അതിന്റെ അടുത്ത സബ്ഹെഡിങ് കൊടുത്തു മൊമെന്റ് മെഷർ ഓഫ് കർട്ടോസിസ്. The moment measures of kurtosis is defined as, ഇവിടെയാണ് നമ്മുടെ സെക്കൻഡ് ബീറ്റ കോഎഫിഷ്യന്റ് വരുന്നത്, is defined as
beta 2 is equal to mu 4 by mu 2 square and gamma 2 is equal to beta 2 minus 3 and gamma 2 is equal to beta 2 minus 3. ഈ രണ്ടെണ്ണമാണ് കർട്ടോസിസിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ്. ഇതില് ബീറ്റ 2യുടെ വാല്യൂ ഈക്വൽ ടു 3 ആണെങ്കിൽ മീസോകർട്ടിക്, ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ ലെപ്റ്റോകർട്ടിക്, ലെസ് ദാൻ 3 ആണെങ്കിൽ പ്ലാറ്റികർട്ടിക്. കേട്ടോ, ബീറ്റ 2യുടെ വാല്യൂ ഈക്വൽ ടു 3 ആണെങ്കിൽ, ഇതുവരെ നമ്മൾ സ്ക്യൂനസിന്റെ കേസിലൊക്കെ 0 0 0 എന്നാണ് പറഞ്ഞത്. ബീറ്റ 2 എന്ന് പറയുന്നത് കർട്ടോസിസിന്റെ മെഷർ ആണ്. കർട്ടോസിസിന്റെ മെഷർ ബീറ്റ 2യുടെ വാല്യൂ. ബീറ്റ 2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെൻട്രൽ മൊമെന്റ്സ് ഉപയോഗിച്ചാണ്. നാലാമത്തെ സെൻട്രൽ മൊമെന്റ് mu4 ഡിവൈഡഡ് ബൈ mu2 സ്ക്വയർ. mu2 സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസിന്റെ സ്ക്വയർ ആണ് കേട്ടോ. അപ്പൊ mu4 by mu2 സ്ക്വയർ ആണ് ബീറ്റ 2യുടെ ഫോർമുല. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു 3 എന്ന് വന്നാൽ അത് എങ്ങനത്തെ കർവ് ആയിരിക്കും? അത് മീസോകർട്ടിക് കർവ് ആയിരിക്കും, ഒരു നോർമൽ കർവ് ആയിരിക്കും. അത് ലെസ് ദാൻ 3 വന്നാൽ പ്ലാറ്റികർട്ടിക് ആയിരിക്കും, വളരെ ഫ്ലാറ്റ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 3 വന്നാൽ എന്താ? പീക്ഡ് ആയിരിക്കും. ഓക്കെ, മീസോകർട്ടിക്. മിഡിൽ വാല്യൂ ആണെങ്കിൽ എന്താണ്? ഈക്വൽ ടു 3 വരും. ബീറ്റ 2യുടെ വാല്യൂ കുറച്ചുകൂടി, ബീറ്റ 2യുടെ വാല്യൂ 3യെക്കാട്ടി കൂടുന്ന അനുസരിച്ച് എന്താണ്? ഈ പീക്കട്ടസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ബീറ്റ 2യുടെ വാല്യൂ 3യെക്കാട്ടി കുറയുന്ന അനുസരിച്ച് നമ്മുടെ ഫ്ലാറ്റ്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഇതാണ് ബീറ്റ 2 വെച്ച് കർട്ടോസിസിനെ പറ്റി നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ. ഇനി അതിന് പകരം ഗാമ 2 ആണെങ്കിലോ? ഗാമ 2 എന്ന് പറയുന്നത് എന്താ? ബീറ്റ 2ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോ ഇവിടെ ഈക്വൽ ടു 3 വരുന്ന സമയത്ത് ഗാമ 2ന് എന്ത് സംഭവിക്കും? ഇത് ഈ കിട്ടുന്ന ആൻസറിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യുമ്പോഴല്ലേ ഗാമ 2 വരുന്നത്. അപ്പോ ബീറ്റ 2 ഈക്വൽ ടു 3 ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഗാമ 2 എന്തായിരിക്കും? ഉറപ്പായിട്ടും ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? കാരണം ഇതിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യണം. സോ ഗാമ 2 വെച്ച് നമ്മൾ എന്ത് പറയും? ഈക്വൽ ടു 3 ആണെങ്കിൽ മീസോകർട്ടിക് ആണ്, ഈക്വൽ ടു 0 ആണെങ്കിൽ മീസോകർട്ടിക് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ പ്ലാറ്റികർട്ടിക് ആണ്. ഇതാണ് ഗാമ 2നെ ബേസ് ചെയ്തുള്ള വാല്യൂസ്. ഓക്കെ, ബേസ് ചെയ്തുള്ള കൺക്ലൂഷൻസ്. അപ്പൊ കർട്ടോസിസിന്റെ മൊമെന്റ് മെഷർ മാത്രമേ നമ്മൾ തൽക്കാലം പഠിക്കുന്നുള്ളൂ. എന്താണ് മൊമെന്റ് മെഷർ? ബീറ്റ 2, the two functions beta 2 and gamma 2. അപ്പൊ ഇതിന്റെ താഴെ എഴുതൂ. If beta 2 equal to 3, if beta 2 equal to 3, the data is said to be mesocurtic. If beta 2 greater than 3, it is leptocurtic. And if beta 2 less than 3, the data is platycurtic. Beta 2 less than 3, the data is platycurtic. ഇതാണ് കർട്ടോസിസിന്റെ. Similarly, if gamma 2 is equal to beta 2 minus 3, gamma 2 is equal to beta 2 minus 3 is equal to 0, the data is mesocurtic. If it is greater than 0, it is leptocurtic. And if it is less than 0, the data is platycurtic. It is equal to 0, it is mesocurtic. Greater than 0, it is leptocurtic. And if it is less than 0, it is platycurtic. ഇത് ഇത്രയാണ് സ്ക്യൂനസിന്റെയും കർട്ടോസിസിന്റെയും മെഷേഴ്സ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് ഫോർമുലയാണ് ഇതെല്ലാം. അപ്പൊ ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാം എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ്. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ പഠിക്കണം. പ്രോബ്ലംസ് കഴിയുന്നത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ ഇന്ന് യു ഹാവ് ടു സീ ദ വീഡിയോ, ടേക്ക് ഡൗൺ ദ ഫുൾ നോട്ട്സ് കേട്ടോ. So see you in the next class. Okay.